സ്നേഹനിധിയായി ഭർത്താവിനെ കണ്ടു. ഇതാണ് മേരാ സ്നേഹനിധിയായ ഭർത്താവ്. Hi guys, welcome to my യൂട്യൂബ് ചാനൽ. അവർ യൂട്യൂബ് ചാനൽ. യെസ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മളെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. പിന്നെ ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നമുക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പം ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്ന വെച്ചാൽ നമ്മൾ അപ്പം നമ്മൾ സ്ഥലം വരെ പോവാണ്. എന്തിനാന്നുള്ളത് നമ്മൾ വണ്ടിയിൽ കാണാം. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓള് അവിടുന്ന് പോകുന്ന പോത്തിനോട് കുഴങ്ങി വെള്ളം കുടിച്ചിട്ട് നടന്ന് കുറച്ച് നടക്കണ്ട. അവിടെ റോഡ് പണി നടന്നുകൊടുക്കുകയാണ്. അപ്പം നമ്മൾ പാട്ടൊന്നും ഇട്ടില്ല. അപ്പം നമ്മൾ പറയുന്നത് കുറച്ചൊക്കെ കേൾക്കുന്നില്ല കരുതുന്നുണ്ട്. മൈക്ക് ഇൻഷാല്ലാ നമുക്ക് വാങ്ങണം. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങോട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്ത് എന്താ പറയാ, വീഡിയോസ് ഒക്കെ ലൈക്ക് ആക്കുമ്പോഴേ നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള തോരെ വരുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ നമുക്ക് മൈക്കൊക്കെ വാങ്ങാൻ പോകുക. ശരി അല്ലേ? കഴിഞ്ഞു. ഇതാണ് നമ്മളെ കട. അനുപമ ഗോൾഡ് ഗാലറി. എന്ത് സ്ക്രബ്? എല്ലാവർക്കും മനസ്സിലായില്ലേ? സ്ക്രബ് അല്ല, ക്രാബ്. ആ സാധനം വാങ്ങുമ്പോൾ ഇപ്പോൾ അവിടുന്ന് വെറുതെ ഇറങ്ങണ മോശമല്ലല്ലോ. വെച്ച് ഫോട്ടോ വെച്ചിട്ടുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഗ്ലാസ് വാങ്ങിക്കും. നമ്മൾ കടയിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കുമല്ലോന്നില്ല. രസമല്ല, രസത്തിലല്ലേ നമുക്ക് എന്താ വെച്ചാൽ ആൾക്കാർ നമ്മൾ നോക്കണം. ഗ്ലാസ് വെച്ച് ഏതേയും വായാറ്. ഇപ്പം നമ്മൾ തൊപ്പി കൂടി വെച്ച് ഏതി പാടും. ഒരു പാട് ലുക്കല്ലേ. ഞാൻ ഗൾഫിൽ നിന്ന മാറിയില്ല. ഇത് ബേബി, ഇത് ഗോബി. എനിക്കെന്നെ തോന്നിയത് പറ്റ ബോറാണ്. അത് നമ്മളെന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നല്ലതല്ലാത്തത് നല്ലതല്ല പറയൂലേ. അതേപോലെ നിങ്ങൾക്ക് ഷൂട്ട് ആവണില്ല പറഞ്ഞ രസമല്ല. മാറ്റിച്ചാളി. ഞാൻ ഗോവിന്ന് കൊണ്ടുവന്ന് കളർഫുൾ ചെയ്താലോ. അത് കാണണം ഗൈസ്. ഇതോടെ നിൽക്കണില്ല. അത് നമുക്ക് അവിടെ നിർത്തിയിട്ട് നമ്മളിത് തൂക്കും. അപ്പോൾ വേറെ രസമാണ്. നമ്മൾ കുറേ കന്നഡകൾ ഇതുമ്പോൾ തൂക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിരിക്കും. അപ്പോൾ ഇവിടെ ഗൈസ് കല്യാണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വിശക്കുന്നുണ്ട്. കയറണം. വീട്ടിൽ പോകുന്നത് ഉമ്മനം. നമ്മളിങ്ങനെ തിരുവോലിക്കും. പിന്നെ നമ്മൾ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ പോകുന്നതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മള് പോകുന്നത് ചെറിയൊരു കാര്യത്തിന്, ചെറിയ കാര്യം, ചെറിയ കാര്യം, ചെറിയൊരു പർച്ചേസിങ് അല്ലിക്ക. നമുക്കിപ്പോ 9 മാസത്തേക്ക് നമ്മൾ കടക്കാൻ നിൽക്കാം. എന്നാലിപ്പോൾ 14-ാം തീയതി ഒക്കെ ആവുമ്പോൾ ഇൻഷാല്ലാ 9 മാസമാവും. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ? നമുക്ക് എപ്പോഴാണ് വേദന എന്താ വന്നാൽ പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസ്, വലുതൊന്നുമില്ല, അത്യാവശ്യം വാങ്ങേണ്ട കുറച്ച് സാധനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാം. ഇനി പോവാണ് ഞങ്ങൾ. ഇപ്പോൾ തിരുവാലിപ്പടെ ഏതോ ചെറിയ കടണ്ട് വില കമ്മി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം എന്തായാലും പോയോ പെട്ടെ. ചോദിച്ചു നോക്കിയപ്പോഴും പറഞ്ഞു റേറ്റ് നല്ല കുറവാണ്. നല്ല കുറവാണെന്നും പറഞ്ഞു. പോരാത്തിന് നല്ല സാധനങ്ങളാണെന്നും പറഞ്ഞു. എന്തായാലും പോയോക്കട്ടെ. പോയോക്കിയിട്ട് എന്താണ് നമ്മൾ വീഡിയോ എന്തോ ഓഫായത് ഓഫാക്കിയത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫ് നമ്മൾ വന്ന് ഓർഡർ സംസാരിച്ച് സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. എനിക്കിനെ വലിയ കേൾക്കുന്നില്ല. കേൾക്കണില്ല. അപ്പൊ അങ്ങനെയില്ലല്ലേ.
കേൾക്കണില്ല എന്നാ ഉറക്കനെ പറയണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ തിരുവാലിപ്പോൾ എത്താൻ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇല്ലം പറഞ്ഞ സ്ഥലം, ഇല്ല സ്ഥലം ഒരു വളവൊക്കെ ഉണ്ട്. 101 റൂമല്ലേ അവിടെ? ഇതൊക്കെ പറയും. റൂമാണ് അവിടെ. എണ്ണയൊക്കെ പോയിട്ടില്ല. നമുക്ക് പക്ഷെ ചോദിച്ചു നോക്കണം, നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. 101 റൂമൊന്നും എണ്ണിട്ട് ഞാൻ അവിടെ കാശാക്കി ഒത്തിരിക്കുന്നുണ്ട്. ദിലുവിനെ കൊണ്ട് എണ്ണിച്ചു. ഞാൻ അവിടുന്ന് പ്രസവത്തിന് പോലും ചെയ്യാം. ലാസ്റ്റ് 101 ആകുമ്പോൾ അപ്പൊ നമ്മളിപ്പോ തിരുവാലി എത്തി. അപ്പൊ നമ്മള് എങ്ങോട്ടാന്ന് വെച്ചാൽ വണ്ടർ റോട്ടിലാണ് ആ ഷോപ്പ് ഇരിക്കുന്നത്. നമ്മള് നേരെ അവിടുന്ന് നേരെ പോപ്പീസിന്റെ അതുകൊണ്ടാണ് നമ്മൾ തിരുവാലിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചത് കേട്ടോ. കാരണം പോപ്പീസിന്റെ ഇതുണ്ടല്ലോ അവിടെ അറേഞ്ച് ചെയ്ത് തരാം. നമ്മൾ അറിയുന്ന ആൾക്കാരെ തന്നെ അവിടെ ഉള്ളത്. അത് നമുക്ക് ഇട്ട് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഇട്ട് നോക്കട്ടെ. നമ്മളെ ടീമാണ് അർജന്റീന കൂടെ ഉണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ആരത്? എനിക്കങ്ങനെ ടീമൊന്നും കേട്ടോ. നമുക്ക് ഫുട്ബോളിനെ പറ്റുന്ന വലിയ പന്തുണ്ടാവും തട്ട് മറ്റേ പത്ത് പറഞ്ഞ മാതിരി എല്ലാവർക്കും ഓരോരോ ഗോളം കൊടുത്തോട്ടെ. എന്തിനാ പിള്ളേർ ഓരോരോ ഗോൾ പിന്നാലെ കൂടില് പറഞ്ഞ പൂന്തോട്ടം അങ്ങോട്ടാ അത് പറയാ. പൂന്തോട്ടം എന്ന് പറയാ പോബീസിന്റെ അടുക്ക്. ഞാൻ എന്താ കേട്ടത് പൂന്താനം എന്നാ കേട്ടത്. ആ പൂന്താനം ഇവിടെ ഇല്ലല്ലോ, അവിടെ അല്ലേ പാണ്ടിക്കാടൊക്കെ കഴിഞ്ഞിട്ടല്ലേ പൂന്താനം എന്നിങ്ങനെ കിട്ടിയാല്. അപ്പൊ ഞാൻ എന്താ മുണ്ടാതെ വെച്ചാല് ഇവിടെ ഒന്നല്ല ഞാനിപ്പോ തിരുവാലിന്നല്ല അമേരിക്കയിലൂടെ യാത്ര ചെയ്യുന്നു ഫെറാറിയിലൂടെ. എന്ത് ചെയ്യുന്നു നമ്മളിവിടെ കേരളത്തില് പാവപ്പെട്ട. ഇവിടെ ഷോപ്പ് എത്താനായിട്ടോ. നമ്മള് ഷോപ്പ് എത്താനായി പറഞ്ഞാല് ഊള് കണ്ടിട്ടില്ല. ഞാൻ കണ്ടു. നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പോയാണ്ട് വന്നപ്പോ നിങ്ങള് കാണിച്ചു തന്നീല് എനിക്ക്. ഞായറാഴ്ച ആ നമ്മളിതിന് പോയില്ലേ, പരിപാടിക്ക് പോയില്ലേ? അന്നുണ്ടല്ലോ. അന്നില്ല, അന്നുണ്ടോ ഇല്ലേ അറിയില്ല. ഇതാണ് ഷോപ്പ് പറഞ്ഞാണ്ട് കാണിച്ചു തന്നീ. അന്ന് സംഭവം ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. നമ്മളതിൽ ഒരു ബുദ്ധിയുണ്ട്, ഓർമ്മശക്തിയൊക്കെ ഉണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, റെഡിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തിരുവാലി പറഞ്ഞ ഷോപ്പ്. പിന്നെ ഇത് വണ്ടൂരിന് തിരുവാലിക്ക് പറഞ്ഞ റോഡും അത് ഏടവണ്ണന്ന് വണ്ടൂരിന് റോഡും അവിടെയാണ് കറക്റ്റ് ഷോപ്പിലുള്ളത്. അപ്പോൾ ഒരാൾ വണ്ടി കയറി പോയിക്കുന്നുള്ളൂ. എത്തിനാണാവും ഞാൻ അതിലൊന്നപ്പോൾ ഉണ്ടോ സാധനം മയക്കുത്തിരിക്കുക. നമ്മളൊന്നും കൂട്ടിയില്ല. അങ്ങനെ നോക്കിക്കുക. അപ്പോൾ എല്ലാ കുട്ടികളുടെ ഐറ്റംസും അവിടെ ഉണ്ട്. ബേബീസിന് നമ്മൾ എന്താ പറയുക, ന്യൂ ബോൺ ബേബീസിന് പറ്റിയ ഐറ്റംസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ കുഴപ്പമില്ല. പോയൊക്കെ വിസിറ്റ് ചെയ്ത് നോക്കി. പെൺകുട്ടികൾക്ക് അത്ര വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ബോൺ ബേബീസിനാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം 9 മാസം അത്ര ആ റേഞ്ചിലൊക്കെ നല്ല രസമുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ റേറ്റ് നല്ല കുറവാട്ടോ. റേറ്റ് എന്താ പറയുക, വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഒരു 500ൻ്റെ ഒക്കെ ചൂട്ടിലായിട്ട് വരുന്നുണ്ട്. ഒരു എന്താ 200 അത്രയൊന്നും പോണില്ല കേട്ടോ. ബോയ്സിൻ്റെ ഷർട്ടും ടീഷർട്ടിനൊക്കെ വരുന്നതുണ്ട്. അത് 99 റുപ്യക്കാണ് ഇത് വരുന്നത്. അതേമാതിരി 40 റുപ്യ 60 റുപ്യക്കാണ് ടീഷർട്ടിന് വരുന്നത്. ചെറിയ കുട്ടിക്ക് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ, അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 62 റുപ്യക്ക് വരുന്നുള്ളൂ. അതൊക്കെ ഞാൻ ഫുള്ള് നോക്കി വില. നമുക്കും തന്നെ ഒരു നല്ല ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വണ്ടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കിട്ടിയേക്കല്ലോ ഒരാൾക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിയേക്കുക. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. സാധനങ്ങളൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള മാത്രം. വെറുതെ നമ്മൾ ഒന്നായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ പഠിച്ചോൻ്റെ അടുത്താണ് എൻ്റെ ഇതൊക്കെ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഗൈസ് കാണിച്ചത് അത്യാവശ്യമായിട്ട് പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. ഗൈസ് പുതിയ കാർ കണ്ടപ്പോ അറിയുന്നേ ചെയ്യ പടച്ച സുന്ദരം വാരിക്കോരി തന്ന്
എൻ്റെ പൊന്നു. ആ പിന്നെ അതവിടെ കിട്ടാൻ ഇപ്പം ഇനിയിപ്പോൾ കുയിന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തു. എന്ത് വേണ്ട എനിക്ക് ഷവർമ്മ വേണം. ഇതാണ് നമ്മൾ നമ്മൾ കട ഈ കടയില്ല. അപ്പം നമ്മൾ പോയിട്ടുള്ളത് നമ്മൾ കുറച്ച് കണ്ടോ, കുറച്ച് നമ്മൾ കുറേ സാധനങ്ങൾ അറിയാൻ മാത്രമല്ല 11 സാധനം വാങ്ങി. വിലയൊക്കെ കമ്മിയാണ്. പിന്നെ കഴിച്ചാൽ നമ്മൾ സെൽഫി സ്റ്റിക്കിലാണ് നമ്മൾ പിടിച്ചിട്ടിക്കണേ. നമ്മൾ പുതിയ വാങ്ങിയില്ലേ, ആ വീഡിയോ കാണാത്തവർ പോയി ഒന്ന് കാണുക. നമ്മൾ സെൽഫി സ്റ്റിക്കിൻ്റെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇടവണ്ണക്കല്ല പോണത്, മുമ്പിലാക്കാം. അങ്ങനെയാണ് എനിക്ക് നെല്ലിക്കും വേണ്ടി നമ്മൾ മഞ്ചേരിക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താക്കി അവിടെ നല്ല കുറേ എന്താ പറയുക പൂക്കളുണ്ട്. അപ്പോൾ നല്ല രസമുള്ള പൂക്കൾ കുറേ ആയി പറയുന്നു. നമ്മളെ ഫ്രണ്ടിൽ പൂക്കളിൽ ചെടി കൊണ്ടുവന്ന് വെക്കണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് എന്താക്കാം, ചെടി ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട്, റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. പിന്നെ ഞാൻ അവിടെ നെല്ലിക്കയും കണ്ടിരുന്നു, അതെനിക്ക് കാണും. നെല്ലിക്ക കുറേ ആയി കഴിച്ചിട്ട് തിരുവാലിയിൽ നിന്ന് ഇങ്ങനെ മഞ്ചേരോട്ടിന് പോരുമ്പോഴാണ് ഇത് കാണുന്നത്. ഒരു വീട്ടിൽ ഇതിൻ്റെ മുറ്റത്താണ് കാണുന്നത്. കണ്ടമാനം ചെടികളുണ്ട്. അതുപോലെ തന്നെ ഈ ചെടിയാണ് ഞങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയത്. ഇപ്പം നമ്മൾ ചെടി വാങ്ങി, ഒരു ചെടി വാങ്ങി, ഒറ്റ ചെടി. ഞാൻ വീട്ടിൽ ചെടി ഉണ്ടാണ് ഒരു ഐശ്വര്യം. ഞാൻ കുറേ ആയി പറയും ഒരു ചെടി വാങ്ങണം. അപ്പോൾ അത് കൂടിയിട്ടില്ലേ നമ്മൾ എന്നോ പുറത്തിറങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ നൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ തിരക്ക് പിടിച്ചങ്ങാണ്ട് അങ്ങനെയൊക്കെ ഇതാണ്. അപ്പം നമുക്ക് കൂടിയിട്ടില്ലെന്ന് വാങ്ങിക്കാം. ഇപ്പം എന്ത് കണ്ടപ്പോൾ വാങ്ങിച്ച് ഇപ്പം ഞങ്ങളൂടെ ഉണ്ടതിൻ്റെ ഉള്ളിൽ സ്വന്തം ഇതാക്കണ നെല്ലിക്ക മാങ്ങ വേണോ ചോദിക്കണ്ട കേട്ടോ. പക്ഷേ മാങ്ങ വേണ്ട, മാങ്ങ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ നാടൻ മാങ്ങ വാങ്ങിച്ചതുണ്ട്. അപ്പോൾ അത് കഴിയാതെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കേടൊന്നും പോകാന്നല്ലാണ്ട് ആരും ഉണ്ടാവില്ല തിന്നാൻ. ഞങ്ങൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. നമുക്ക് നെല്ലിക്ക എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നെല്ലിക്ക കഴിച്ചിട്ട് കുറേ കാലമായി. ഞാനിങ്ങനെ കരുതിയിരുന്നു നെല്ലിക്ക വാങ്ങിക്കണം എന്ന്. എൻ്റെ അടുത്ത് പറയണം കരുതിയെന്ന് വെച്ചാൽ ഞാൻ മറന്നു, എന്നും മറക്കും. അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചു. കഴിച്ച് വെള്ളം ഉണ്ടായില്ല. പക്ഷെ എനിക്കൊരു എന്ത് പൊടിയില്ല നെല്ലിക്ക കഴിച്ചണ്ട ഒക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞാണ്ട് അതാണ് അവസ്ഥ. കഴിച്ച് കഴിക്കാൻ അതെന്താ നാടൻ മാങ്ങ എന്ന് പറഞ്ഞാൽ അവിടെ നാടൻ മാങ്ങ കൊണ്ടുവന്ന് തന്നെയല്ലേ, അത് പിന്നെ വേണ്ട. ക്യാമറ ഉണ്ടെങ്കിൽ അതിന് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് എണ്ണ അടിച്ചു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. നമുക്കൊരു 2-3 സാധനം കൂടി വാങ്ങിക്കണം. അതും കൂടെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോവും. അവിടെ പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ഇടും. അപ്പം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബാണ് നിർബന്ധമാണ്. ഷെയർ വ്യൂവേഴ്സ് നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. കൂടുതൽ വീഡിയോ അല്ലേ നമുക്കൊരു എനർജി കിട്ടും. കുഴപ്പമില്ല, നമുക്ക് വീഡിയോ ഇടുന്നതിനനുസരിച്ച് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ, തെറ്റടില്ലാതെ കുഴപ്പമില്ലാതൊക്കെ വരുന്നുണ്ട്. അപ്പൊ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ ചെടി കൊടുക്കണ്ട്, വെറുതെ വാങ്ങി കഴിച്ച് ഇവിടെ കത്തിക്കൊണ്ട് വെട്ടി പോവുകയാണ് ആൾക്കാർ. അതാണ് ഓഫീസ് പൂന്തോട്ടം. നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത് വന്നില്ല കേട്ടോ. ഓഫീസിന്റെ ഷോപ്പാണ്. അപ്പോൾ ഒരു മാക്സ് നോക്കാൻ കയറിയതാണ്. മഞ്ചേരി എത്തിയില്ല, നമ്മളിവിടെ കാരക്കുന്നിന്റെ ഷോപ്പ് നമുക്ക് പോകുന്നില്ല. കണ്ടപ്പോൾ പിന്നെ
അപ്പോൾ അവിടെ വില കമ്മിയുണ്ട്. നമ്മുടെ സാധനങ്ങൾക്ക് വാങ്ങിക്കാം. പുറത്താണ്ടി 10,000 വില. മാക്സി വെക്കുമ്പോൾ 1000 രൂപ. നമ്മൾ മാക്സി എത്തിരാണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ യൂസ് ആക്കാത്ത സാധനം പ്രത്യേക ക്യാഷ് കൊടുക്കാൻ കാര്യമില്ലല്ലോ. പക്ഷെ മാക്സിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അവിടെ 300 സംതിങ് ഒക്കെ വരുന്നുണ്ടല്ലേ. ടോപ്പിന് ജീനിനൊക്കെ കമ്മിയാണ്. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി കാണിക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നു, വീഡിയോ എടുക്കാൻ മറന്നു. എല്ലാ മോഡലും ജീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മൾ വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. കാരക്കുന്നെത്തി. നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെയും പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. ഓല മാത്രം പറയുന്നുള്ളൂ. വീഡിയോ നമ്മൾ KL10 പോവാൻ കേട്ടോ. KL10 കഫേ നമ്മൾ പോയി ഫുഡ് കഫേ കയറി കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അസ്സലാമു അലൈക്കും.